തിരികെ എത്തുമ്പോൾ നമ്മൾ വീണ്ടും തൃശ്ശൂരിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ ബോൺനത്താലെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആഘോഷങ്ങൾ കൂടുതൽ വർണ്ണാഭമാവുകയാണ്. വലിയ നിരയിൽ റോഡിൽ മുഴുവൻ പാപ്പമാർ അണിനിരന്നിരിക്കുന്നു. കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന 10,000-ലേറെ, എന്തായാലും 15,000-ഓളം പേരെങ്കിലും ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ 107 ഇടവകളിൽ നിന്നാണ് ഈ സംഘങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയത്. ഇവർക്ക് പിന്നാലെ വലിയ നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ പാട്ടും ഒക്കെ മേളവും ഒക്കെയായി വളരെ ആഘോഷപൂർവ്വമാണ് ബോൺനത്താലെ നടക്കുന്നത്. ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, അത് തുടങ്ങിയല്ലേ? തീർച്ചയായും ദിവിഷ്, ഇപ്പോൾ ഓരോ ഇടങ്ങളിലും ഓരോരോ പ്രത്യേകം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഡാൻസ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായി ഓരോരോ പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിൽ എത്തുമ്പോൾ ആ പാട്ട് വയ്ക്കുന്നു, ഈ ബോൺനത്താനെ ഗാനം വയ്ക്കുന്നു. ആ ഗാനത്തിൻ്റെ കൃത്യമായ ചുവടുകൾ വയ്ക്കുന്നു. അതിന് കുട്ടിപ്പാപ്പന്മാരുണ്ട്, അതിനോടൊപ്പം തന്നെ മുതിർന്നവരുണ്ട്, അങ്ങനെ എല്ലാവരുമുണ്ട്. എല്ലാവരും സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടാണ് കൃത്യമായിട്ട് വന്നിട്ടുള്ളത്. ആ നല്ല രീതിക്ക് കളിക്കുന്ന ഓരോ ടീമിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമ്മാനങ്ങളും അങ്ങനെയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഡാൻസ് വരുന്ന സമയമാണ്. അതിൻ്റെ ഒരു മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടെ ഡാൻസ് ആരംഭിക്കുകയും ചെയ്യും. നമുക്ക് മുന്നിലുള്ള ഈ പാപ്പന്മാരൊക്കെ അല്പസമയത്തിനകം, അതായത് ഓരോരോ പോയിന്റുകളാണ് ഇപ്പോൾ ഡാൻസ് കളിക്കാൻ സമയം ആയി തുടങ്ങി. ക്രിസ്മസ് സാംസ്കാരിക ഘോഷയാത്രയായ ബോൺനത്താലെ 2024 ഇപ്പോൾ പ്രവേശിച്ച് അല്പസമയമായി സ്വരാജ് റൗണ്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൈകുന്നേരം മുഴുവൻ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മോൺസിഞ്ഞോർ ബാലോക്കാരൻ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച ക്രിസ്മസ് ഘോഷയാത്ര ബോൺനത്താലെ 2024 ഇതിനകം സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഡാൻസിംഗ് പാപ്പമാർക്കൊപ്പം വൈവിധ്യമാർന്ന ഫ്ലോട്ടുകൾ ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടുത്തെ അനൗൺസ്മെന്റ് ലിഷോയിനേക്കാളും മുകളിലാണ്. വൈവിധ്യമാർന്ന ഫ്ലോട്ടുകളുമായി ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് കേട്ടില്ല. ബോൺനത്താലെ 2024 തകർക്കുന്നു. ലിഷോയുടെ ശബ്ദത്തിനും ഉയരെയാണ്. വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശാനുസരണമുള്ള ഡാൻസിംഗ് പാപ്പമാരും വളണ്ടിയേഴ്സിന്റെ പ്രത്യേക നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള ഫ്ലോട്ടുകളുമാണ് ഇതിനകം സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതാ ആദ്യമായി ക്രിസ്മസ് വില്ലേജ്, ഈ വർഷത്തെ വൈവിധ്യം എന്ന് അവകാശപ്പെടാവുന്ന ആദ്യത്തെ ഫ്ലോട്ട് ക്രിസ്മസ് വില്ലേജ് തൃശൂർ ജില്ലാ ആശുപത്രിക്ക് മുൻവശത്തേക്ക് ഇതിനകം എത്തിച്ചേർന്നു കഴിഞ്ഞു. 2013 ആരംഭിച്ച 11 വർഷം പിന്നിട്ട ബോൺനത്താലെയുടെ ഈ വർഷത്തെ വൈവിധ്യം ക്രിസ്മസ് വില്ലേജ് 2 വാഹനങ്ങളിലായി ഇതാ ജില്ലാ ആശുപത്രിക്ക് സമീപം സ്വരാജ് റൗണ്ടിലേക്ക് ഇതിനകം പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബോൺനത്താലെ കമ്മിറ്റിയുമായി രജിസ്റ്റർ ചെയ്ത ഡാൻസിംഗ് പാപ്പമാർ മാത്രമേ സ്വരാജ് റൗണ്ടിൽ ബോൺനത്താലെ 2024 ചേർന്ന് ചൂട് വെക്കേണ്ടതുള്ളൂ എന്ന കാര്യം വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട വളണ്ടിയേഴ്സിന്റെയും ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളുടെയും നിർദ്ദേശം ഇത്തരത്തിൽ പ്രത്യേകം പാലിക്കണമെന്നും കേൾക്കാമെങ്കിൽ അവിടെ എല്ലാ സംഘങ്ങളും ഈ റൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞോ? ഏകദേശം എത്ര ദൂരത്തിലുണ്ടാകും ബോൺനത്താലെ? കാരുണ്യത്തിൻ്റെത് കൂടെയാണ്. കഴിഞ്ഞ 11 വർഷ കാലയളവിൽ ദിവിഷേ, ഈ എല്ലാ സംഘങ്ങളും റൗണ്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഏകദേശം 6:30-7 മണിയോട് അടുപ്പിച്ചാവും. കാരണം അത്രയധികം ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ 10,000-ലധികം ക്രിസ്മസ് പാപ്പന്മാരെത്തുമ്പോൾ അത് അത്ര പെട്ടെന്നൊന്നും എല്ലാ സംഘങ്ങൾക്കും ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനായി കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഈ മേഖലയിലേക്ക് കടന്ന് വരുന്നതേ ഉള്ളൂ. ജില്ലാ ആശുപത്രി, അതായത് സെന്റ് തോമസ് കോളേജ് റോഡ് വഴിയാണ് ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറുന്നത്.